ഹലോ, ഗുഡ് മോർണിംഗ്. അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലായതുകൊണ്ടാണ് ലൈറ്റ് ഇടാത്തത്. ഒരു 6:30 ആകുമ്പോഴാണ് രണ്ടുപേരും എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇതാ രണ്ടാളും എഴുന്നേറ്റ് പോകാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്ത് അവനെ ബേബി സിറ്റിങ്ങിലാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മുടെ വില്ലയിൽ തന്നെ വേറെ റൂമിലാണ് അവൻ്റെ ബേബി സിറ്റിംഗ് ഉള്ളത്. നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അവരെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ആദ്യം അപ്പോൾ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2-3 മിനിറ്റ്സ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പാർക്കിൽ ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് പാർക്കിൽ. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ടാണ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ റോട്ടിൽ ആൾക്കാർ കുറവാണ്. ഇത് ഷോർട്ട് കട്ടാണ്. ഇതിൻ്റെ ജസ്റ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പായി. അപ്പോൾ 7 മണി കഴിയുമ്പോഴാണ് എൻ്റെ ബസ് വരുന്നത്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അധികം നേരം നിൽക്കേണ്ടി വന്നില്ല. ബസ് കറക്റ്റ് ഓൺ ടൈമിലായിരിക്കും വരുന്നതും പോകുന്നതും. ഇൻ കേസ് നമ്മളെങ്ങാനും ലേറ്റായിട്ടാണ് വരുന്നതെന്ന് വെച്ചാലും ഡ്രൈവർ നമ്മളെ കണ്ടു കഴിഞ്ഞാലും ബസ് നിർത്തുമൊന്നുമില്ല. അവർ കറക്റ്റ് തന്നെ പോവും. അങ്ങനെ ഫൈനലി ഇതാ ബസ് എത്തിയിട്ടുണ്ട്. ബസ് നമ്പർ 7 ആണ്. ഇത് നേരെ അൽക്കൂസ് ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി സ്ഥലം അവിടെ നിന്ന് എനിക്കൊരു 8 to 9 മിനിറ്റ്സ് നടക്കാനുള്ള ഡിസ്റ്റൻസിലുള്ളത്. ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് ബസ്സിൽ പോകുമ്പോൾ. കാരണമൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് ഞാൻ അവിടെ എത്തും. പിന്നെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്കൂളിലേക്കും ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു റഷ് എന്തായാലും റോട്ടിലുണ്ടാവും. അത്യാവശ്യം ട്രാഫിക്കും ഉണ്ടാവും. മൺഡേ ആണെങ്കിൽ പറയണ്ട, നല്ല ട്രാഫിക്കായിരിക്കും. ഈവനിങ് ആണെങ്കിലും വരുമ്പോൾ 20 മിനിറ്റ്സ് ഉള്ളത് എനിക്കൊരു 45 മിനിറ്റ്സൊക്കെ എങ്ങനെ പോയാലും വരും. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ സിമെൻറ്റ് ഫാക്ടറിയാണ്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകും തോറും കൂടുതലും ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ ഓരോ കമ്പനികളുടെ ഫാക്ടറീസും അവരുടെ ഹെഡ് ഓഫീസ് കാര്യങ്ങൾ അതെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഈ ഒരു സിഗ്നലിൽ നമ്മൾ അത്യാവശ്യം സമയം എന്തായാലും നിൽക്കേണ്ടി വരും. പെട്ടെന്നൊന്നും ഓപ്പൺ ആവില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ സിഗ്നലിൽ നിന്ന് സിഗ്നൽ ഓപ്പൺ ആയതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള അവിടത്തേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അൽക്കേൽ മാള്. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഡോക്ടറെ കാണാൻ NMC ആസ്ട്രോക്കെ ക്ലിനിക്കെല്ലാം ഉള്ളത് ഇവിടെയാണ്. കൂടുതലും വരുന്നത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരിക്കും. എല്ലാ ഓഫീസുകളും ഫാക്ടറീസും അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ട ഒരു ഇതായിരിക്കില്ല. പിന്നെ കണ്ടോ, ഈ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പെട്രോളെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെവിടെയാണുള്ളത് അവിടെ നമുക്ക് ഡെലിവറി ചെയ്യും. ഈ സ്റ്റോപ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ സ്റ്റോപ്പ് നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ബസ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നടന്നു പോവാം. പക്ഷേ ഞാൻ കൂടുതലും ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അൽക്കൂസ് ബസ് സ്റ്റേഷൻ. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് ആയി വരുന്നേ ഉള്ളൂ ഈ ഒരു നേരമായതുകൊണ്ട്. അപ്പോൾ ഞാനൊരു 7:20 ആയപ്പോഴത്തേന് ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് 8 മണിക്കാണ് ഡ്യൂട്ടിക്ക് പഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ എത്തുന്നത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് ഞാനിവിടെ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടാണ് പോകും. ഈ ബസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ബസ് എന്ന് പറഞ്ഞാൽ ഒരു 7:20 വരുന്നത്. പക്ഷേ അതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ലേറ്റാവും. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ട്രാഫിക് ഉണ്ടാവും, ചില ദിവസങ്ങൾ ട്രാഫിക് ഉണ്ടാവില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വരുന്നത്. അങ്ങനെ ഞാനവിടെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 7:30 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോവാണ്. ഇനി നമുക്ക് ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു 8 മിനിറ്റ്സ് നടക്കണം. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ നടക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ട്രക്ക് വരാം. ഒരു ട്രക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് എങ്ങനെ പോലും ട്രാഫിക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നടന്ന് ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി പ്ലേസ് എത്തി. ഒരു 1.5 മാസത്തോളമൊക്കെ ആയിട്ടുണ്ടാകും ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നു തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഒരു സൈഡ് ഞങ്ങളുടെ ഏരിയയൊക്കെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. ഞാനിവിടുത്തെ ഒപ്റ്റോമെട്രിസ്റ്റാണ്. ഇത് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചാണ്. ഹെഡ് ഓഫീസ് വരുന്നത് അൽക്കുസൈസ് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ താഴെ പഞ്ച് ചെയ്തിട്ടാണ് മേലേക്ക് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം വരുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മേലെയും പഞ്ച് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലും ഞാൻ താഴെ നിന്ന് തന്നെ പഞ്ച് ചെയ്യുന്നത്, അതാണ് സുഖം. അപ്പോൾ നേരെ റൂമിലെത്തി AC ഓണാക്കി. ലൈറ്റ് ഓൾറെഡി ഓണാക്കി കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് സ്റ്റാഫ് വരുമ്പോൾ അവർ ഓണാക്കിയിട്ട് പോകുന്നതാണ്.
ഞാനെൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ചെയ്തിട്ട് നമ്മൾ തലേദിവസം ചെയ്തിട്ടുണ്ട് ഐ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കണം. മെയിൽ ഇല്ലെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്നാൽ ഒരു 7:45 ആകുമ്പോഴത്തേനും ഞാനിവിടെ എത്തും. അപ്പോൾ എനിക്ക് 8 മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട്. ഞാൻ കൂടുതലും ഓവർനൈറ്റ് ഓട്സാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇതാകുമ്പോൾ പിന്നെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെൽത്തുമാണ്. അത്യാവശ്യം വയറ് നിറഞ്ഞൊരു ഫീലായിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ഡ്യൂട്ടി ടൈം ഇവിടെ വരുന്നത് 8 to 6 ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ആദ്യം ഒരുമിച്ച് ഒരേ സമയത്ത് പോയി ഒരേ ടൈമിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 8 മണിയായി. അതിൻ്റെ ഇടയിൽ നമുക്കൊരു 2-3 ഐ ടെസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞത് നമ്മൾ അപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്യണം. കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സമയം പോയി. അങ്ങനെ ഞാനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നടന്നതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഡോറിൻ്റെ ഇവിടെ ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ പുറത്ത് വെയിറ്റിംഗ് ഉണ്ടോയെന്ന് എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അതിൽ നോക്കാറുണ്ട് വെയിറ്റിംഗ് കൂടുതലുണ്ടോയെന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു 12 മണിക്ക് ആവാറായിട്ടുണ്ട്. 12 മണിയാകുമ്പോഴാണ് ഞാൻ ബ്രേക്കിന് പോകുന്നത്. 12 to 1 o'clock എൻ്റെ ബ്രേക്ക് ടൈം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇവിടെയാണ്. എല്ലാവരും പല പല ടൈമിലാണ് ബ്രേക്കിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ടാവില്ല. ഫ്രൈഡേയ്സ് മാത്രമേ ഇവിടെ റൂമിൽ ഫുൾ ആൾക്കാരുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ ഞങ്ങൾക്ക് 2 hour ബ്രേക്ക് ഉണ്ടാവും, 12:30 to 2:30 വരെ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വീണ്ടും ഐ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഉച്ച കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും സമയം പോകുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും 6 മണി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ചായ കുടിക്കാറൊന്നുമില്ല, എന്നാലും ഒരു 2-3 ഡേയ്സൊക്കെ വീക്കിലി ചായ കുടിക്കാറുണ്ട്. ഇന്നപ്പോൾ ഞാൻ ചായക്ക് സമൂസയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഐ ടെസ്റ്റും കൂടെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ എനിക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോക്കുട്ടൻ്റെ വിശേഷമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ 6 മണിയായി. എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി അപ്പോൾ ഇവിടെ അവസാനിച്ച്. ഞാൻ AC ഓഫ് ചെയ്തു, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് എല്ലാം ഡബിൾ ചെക്ക് ചെയ്തു ഒന്നും കൂടെ. എന്നിട്ട് ഞാൻ താഴെ നിന്നാണ് പഞ്ച് ഔട്ട് ചെയ്തിട്ട് വന്നത്. ഇപ്പോൾ വിൻ്റർ തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇരുട്ടാവുന്നുണ്ട് വേഗം തന്നെ. അപ്പം ഞാനങ്ങനെ നടന്നിട്ട് ബസ് സ്റ്റേഷനിലെത്തി. എൻ്റെ പോകാനുള്ള ബസ് അവിടെ കിടക്കുന്നുണ്ട്. 6:10 എൻ്റെ ബസ് എടുക്കുക. ഞാനൊരു 6:08 6:09 ആകുമ്പോഴത്തേനും കൂടെ എത്താറുണ്ട്. പിന്നെ ബസ്സിൽ കയറിയിരുന്ന ബസ്സിൽ അധികം തിരക്കില്ല. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായതുകൊണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ തിരക്ക് അത്യാവശ്യം വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വലിയ ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 6:40 ആകുമ്പോഴത്തേനും ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. പാർക്കിൽ ആൾക്കാർ അത്യാവശ്യമായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ എല്ലാവരും കളിക്കാനും അതുപോലെ തന്നെ നടക്കാനൊക്കെ വരും. മോർണിംഗ് ടൈമിൽ ആൾക്കാർ കുറവായിരിക്കും, ഈവനിങ് നല്ല തിരക്കുണ്ടായിരിക്കും. ഇന്ന് ഞാനാണ് വീട്ടിൽ ഫസ്റ്റ് എത്തുന്നത്. ആദ്യം എത്തിയിട്ടില്ല. ഞാനപ്പോൾ ഫസ്റ്റ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവനുള്ള ഫുഡ് ഉണ്ടാക്കി വയ്ക്കും. അപ്പോഴത്തേനും ആദ്യം വരും. അങ്ങനെ വീടെത്തി ഞാൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ആദ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിട്ട് അവനെടുക്കുക ചെയ്യുക. അപ്പോൾ വരുന്നുണ്ട് 2 പേരും കൂടെ. അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അവന് ഈ ബേബി സിറ്റിങ്ങിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു ചേച്ചി ഉണ്ട് അവന് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മാളിലേക്കാണ് പോകുന്നത്, ഒയാസിസ് മാൾ പറഞ്ഞിട്ട്. അവിടെ നിന്ന് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ആ കറക്റ്റ് ടൈമിൽ തന്നെ പോയി വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവന് ഫുഡ് കൊടുക്കാതെ നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ വന്നിട്ട് വേണം അവന് ഫുഡ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളെടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ അവിടെ ഓരോ കുട്ടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചൂണ്ടി കാണിച്ച് തരുന്നുണ്ടായിരുന്നു. പിന്നെ പോരാൻ നേരത്ത് ആദ്യം ഒന്നും കൂടെ ഒന്ന് ഡ്രസ്സ് ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് കറങ്ങി നടക്കുന്നതാണ്. അവനാണെങ്കിൽ ഇതിൽ നിൽക്കാൻ ഇഷ്ടമില്ല, ഇതിൽ നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഓടിപ്പോവാണ് ആൾ.
അത് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലെത്തിയിട്ട് ആദ്യം പോകൂട്ടനെ നേരെ പാർക്കിൽ പോയി. അവരെ ഡെയിലി റുട്ടീൻ എന്ന് വെച്ചാൽ അവനെ ബേബി സിറ്റിങ്ങിന് കൊണ്ടുവന്നാൽ എന്നും പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം കളിക്കും. അവന് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചേനെ ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ എപ്പോഴും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് ആൾക്ക്. അവന് കളി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഫുഡ് കൊടുക്കുക, കുളിപ്പിക്കുക, അതാണ് അവൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടുന്ന് പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി എന്തെങ്കിലും കല്ലും അതേപോലെ തന്നെ കുപ്പിയും അതൊക്കെ പറക്കിയിട്ടായിരിക്കും വീട്ടിൽ വരുന്നുണ്ടാവുക. അങ്ങനെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ പാർക്കിൽ കളിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. തണുപ്പ് സമയമായതുകൊണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് പാർക്കിൽ. വൈകിട്ട് അവന് ഫുഡ് കൊടുക്കലും അവനെ കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യുന്ന. അപ്പോൾ എനിക്ക് സമയം കിട്ടും എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ലേറ്റാവും. അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നതാണിത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഫുഡ് കൊടുക്കൽ കാര്യങ്ങൾക്ക് എന്തായാലും ഒരു 1/2 hour കുറഞ്ഞത് വരും. അപ്പോഴത്തേനും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കും. രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാൻ പറ്റും. എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ആദ്യം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ഓട്സും കുറച്ച് നട്ട്സും ഹണിയും പിന്നെ കുറച്ച് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ മോർണിംഗിൽ ഞാൻ അതിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിടുന്നത്. രാത്രിയിൽ ഞാൻ കട്ട് ചെയ്ത് വെക്കാറില്ല. അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ആദ്യം അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പോകൂട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കുന്നുമുണ്ട്. ഇന്ന് നല്ല മൂഡായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആൾ നിന്ന്. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിടക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം വരുന്നത്. അങ്ങനെ ഇത് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ദിവസം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.